ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 39-ാം ഭാഗം. അമേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 600 നാമങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി 601-ാം നാമമാണ് ധര ആന്തോളിത ദീർഘ അക്ഷി. ധരാന്തോളിത ദീർഘാക്ഷി. അക്ഷി എന്നാൽ നേത്രങ്ങൾ അല്ലെങ്കിൽ നയനങ്ങൾ. ചലിക്കുന്ന നീണ്ട നയനങ്ങളോട് കൂടിയവൾ എന്ന് സാമാന്യ അർത്ഥത്തിൽ പറയാം. ചെവിയോളം നീളുന്ന കണ്ണുകളാണ് ദേവി ലളിതാംബികയ്ക്ക് ഉള്ളത് അത്രേ. ദേവിയുടെ കണ്ണുകൾ അമ്മേ എന്നുള്ള വിളി കേൾക്കുന്ന എല്ലാ ദിക്കുകളിലേക്കും ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ വിധം ചലിക്കുന്ന നീണ്ട നേത്രങ്ങളോട് കൂടിയ ദേവി ലളിതാംബിക. ദേവിയുടെ നയനങ്ങളെ പറ്റിയുള്ള വർണ്ണന സൗന്ദര്യലഹരിയിലും മൂകപഞ്ചാശതിയിലും ഒക്കെ കാണാം. ദേവിയുടെ നേത്രങ്ങളുടെ ചലനം വിവിധ രീതിയിൽ നമുക്ക് വർണ്ണിക്കാം. ഭക്തൻ്റെ അടുത്തേക്ക് ഇപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ദേവിയാകുന്ന അമ്മയ്ക്ക് ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ മക്കളാണ്. അപ്പോൾ ഏത് ദിക്കിൽ നിന്നൊക്കെയാണ് ഈ അമ്മേ എന്നുള്ള വിളി വരുന്നത് എന്ന് കാതോർത്ത് ആ വിളി കേൾക്കുന്ന ദിക്കിലേക്ക് കണ്ണുകളെ ചലിപ്പിക്കുന്ന ആ മാതൃവാത്സല്യത്തോടെ ആ നയനങ്ങൾ ചലിക്കുന്നു. ഇനി ദേവി പലപ്പോഴും മതോന്മത്തയായി, വാരുണി മതവിഹ്വലയായി മതോന്മത്തയായി ഇരിക്കുന്ന ആ ദേവിയുടെ നയനങ്ങൾ അലസമായി പതുക്കെ ചലിക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ അസുര നിഗ്രഹ സമയത്ത് ഏറെ ക്രോധത്തോടെ ഏറ്റവും ഭീകരമായി ഏറ്റവും തിടുക്കപ്പെട്ട ആ കണ്ണുകൾ ഇങ്ങനെ ഭയങ്കരമായി ചലിക്കപ്പെടുന്ന കണ്ണുകളും ദേവിക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മയുടെ കണ്ണുകൾ തന്നെ, അമ്മ ഏറ്റവും ശാന്തമായിരിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ എങ്ങനെയാണ് ചലിക്കുക, അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ആ കണ്ണുകൾ എങ്ങനെയാണ് ഉരുട്ടിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരിക, അതുപോലെ ദേവി ധര ആന്തോളിത ദീർഘ അക്ഷികളോട് കൂടിയവളാണ്. വലിയ നീണ്ട നേത്രങ്ങൾ ത്വരിതമായി ചലിപ്പിക്കുന്ന ദേവി ലളിതാംബിക. നാമം 602. ധരഹാസ ഉജ്ജ്വലന്മുഖി. ധരഹാസോജ്വലന്മുഖി. അമ്മയുടെ ചിരി പ്രകാരമുള്ളതാണ്. അമ്മയുടെ ചിരി നമ്മൾ ആദ്യം കാണുന്ന ചിരിയാണ്. ആ ചിരി ആ കുഞ്ഞിനെയും ചിരിപ്പിക്കും അല്ലേ. ഈ വിധം ഭക്തനെ ആകർഷിക്കുന്ന മന്ദഹാസത്തോടെ ജ്വലിക്കുന്ന മുഖവുമായി വർത്തിക്കുന്ന ദേവി ലളിതാംബിക. ഇനി അസുര നിഗ്രഹ സമയത്ത് ദേവിയുടെ ഭാവം അപ്പാടെ മാറുകയാണ്. അവിടെ ദേവി ഏറ്റവും ഭീകരമായി അട്ടഹസിച്ചുകൊണ്ട് ആ കോപത്താൽ ജ്വലിക്കുന്ന മുഖമായിട്ടിരിക്കുന്ന ദേവി ലളിതാംബിക. ഇവിടെ 2 വിധത്തിലുള്ള ആ മന്ദഹാസത്തെയും 2 വിധത്തിൽ ജ്വലിക്കുന്ന ദേവിയുടെ മുഖത്തെയും പറ്റിയാണ് വർണ്ണന. 603-ാം നാമം ഗുരുമൂർത്തി. ഗുരു എന്നാൽ അജ്ഞാനമാകുന്ന തമസിനെ അല്ലെങ്കിൽ അന്ധകാരത്തെ നീക്കുന്നവൾ അല്ലെങ്കിൽ അന്ധകാരത്തെ നീക്കുന്നവൻ എന്ന് അർത്ഥം. ശ്രീവിദ്യാതന്ത്രപ്രകാരം ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ ഭാഗമായ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രപ്രകാരം ഭക്തൻ്റെ ഗുരുസ്ഥാനീയയാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി. ദേവിയാണ് ബ്രഹ്മത്തെ അറിഞ്ഞവൾ. ആ ബ്രഹ്മജ്ഞാനം ഭക്തന് നൽകുന്നവൾ, അതിലൂടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നവൾ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയാണ്. ഇനി വിഷ്ണു സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭക്തൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത് ഭഗവാൻ വിഷ്ണുവാണ്. ശ്രീവിദ്യാതന്ത്രപ്രകാരം ദേവി മഹാമായ, അതായത് ആദിപരാശക്തി. ഇനി വിദ്യ, അതായത് ദേവി നൽകുന്ന ആ ജ്ഞാനം. പിന്നെ ശ്രീചക്രം, ഗുരു. ഇനി ഭക്തൻ അല്ലെങ്കിൽ ഉപാസകൻ. ഇതൊന്നും തന്നെ വെവ്വേറെയല്ല. നമ്മൾ ഒരിക്കൽ പറയണ്ടായി ധ്യാതൃ ധ്യേയ രൂപ. നമ്മൾ ആരെയാണോ ധ്യാനിക്കുന്നത്, നമ്മൾ എന്താണോ മനനം ചെയ്യുന്നത്, ആരാണോ ആ ധ്യാനം ചെയ്യുന്നത്, ഇവരെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയണ്ടായി. ഇവിടെ ദേവിയും ദേവി നൽകുന്ന ജ്ഞാനവും ദേവിയാകുന്ന ഗുരുവും ഈ ഉപാസകനും ഒന്നും വെവ്വേറെയല്ല, എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് ശ്രീവിദ്യാതന്ത്രത്തിൽ പറയുന്നത്. ഇനി ഉഗ്രമൂർത്തി എന്നൊരർത്ഥത്തിലും ഗുരുമൂർത്തി എന്ന് വിളിക്കാം. അതായത് ഉഗ്രത കൂടിയ, ഗുരുത്വം കൂടിയ കാര്യങ്ങൾ, രൂക്ഷത കൂടിയ
ഭാവത്തിലിരിക്കുന്ന ദേവി ലളിതാംബിക. ആ ദേവിയെയും ഗുരുമൂർത്തി എന്ന് വിളിക്കാം. നാമം 604 ഗുണനിധി. സത്വ രജോ തമോ ഗുണങ്ങളുടെ ഒരു ശേഖരമായ ഒരു നിധി തന്നെയായ ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവിയിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളുടെയും ഉദ്ഭവം എന്ന അർത്ഥത്തിൽ ദേവിയെ ഗുണനിധി എന്ന് വിളിക്കാം. ഇനി ഈ പദത്തിന് മറ്റൊരർത്ഥം കൂടി കൊടുക്കാം. ഗുണം എന്നുള്ളത് കൊണ്ട് 9 ഗുണങ്ങളുടെ സമ്മേളനമാണ് ശിവനും ശക്തിയും എന്ന് പറയുന്നു. ഈ 9 ഗുണങ്ങളായി പറയുന്നത് കാലം അല്ലെങ്കിൽ ടൈം, കുലം ലീനെ, നാമം നെയിംസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ നാമം, ജ്ഞാനം നോളജ്, ചിത്ത് അല്ലെങ്കിൽ ബോധം കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഗുണം, നാദം നാദം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ പ്രാണന്റെ നാദം, ഈ ബിന്ദു ശരീരത്തിലെ 16 കലകളായി പറയുന്ന കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മറ്റ് തത്വങ്ങളൊക്കെ ചേർന്ന ബിന്ദു എന്ന ആ ഗുണം, കൽപ്പ ഗുണം ജ്ഞാനം. ഈ 9 ഗുണങ്ങളും ചേർന്ന ചൈതന്യം എന്ന അർത്ഥത്തിലും ഗുണനിധി എന്ന് വിളിക്കാം. ഇനി ഇതൊന്നുമല്ലാത്തൊരു കഥ പറയുന്നത് മത്സ്യാവതാര സമയത്ത്, മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാര സമയത്ത് നമ്മുടെ നോഹയുടെ പേടകം പോലെ മഹാപ്രളയ സമയത്ത് എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ സാമ്പിൾസ് എടുത്ത് ഭഗവാൻ ഒരു ഓടത്തിൽ കയറ്റി ഈ മത്സ്യത്തിൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. ഈ മത്സ്യത്തെയും ഈ ഓടത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കയറായി, പാശമായി, അല്ലെങ്കിൽ അതിനെ ഗുണം എന്നും പറയും. ആ ഗുണമായി വർത്തിച്ചത് ദേവി ലളിതാംബികയാണത്രേ. അപ്പോൾ ജീവനെ നിലനിർത്തുന്ന, ജീവനെയും ആ ജീവാത്മാവിനെയും നിലനിർത്തുന്ന, അവരെ ബന്ധിപ്പിക്കുന്ന ഗുണമായി, കയറായി, പാശമായി വർത്തിക്കുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിലും ദേവിയെ എന്ത് വിളിക്കാം? ഗുണനിധി എന്ന് വിളിക്കാം. 605 നാമം ഗോമാത. കാമധേനുവിൻ്റെ അമ്മയായ ദേവി ലളിതാംബിക. അല്ലെങ്കിൽ ഗോ എന്ന പദം വേദങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നാൽക്കാലികളെയെല്ലാം ഗോക്കൾ എന്നാണ് വിളിക്കുന്നത്. ആ വിധം എല്ലാ നാൽക്കാലികളുടെയും അമ്മയായ, നാൽക്കാലികളിൽ മാത്രം ഒതുക്കണ്ട, പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളുടെയും അമ്മയായ ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിൽ ദേവിയെ ഗോമാത എന്ന് വിളിക്കുന്നു. നാമം 606 ഗുഹജന്മഭൂ. ഗുഹ ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ബ്രഹ്മം എന്ന ആ സത്യത്തിന് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള, അതിന് ജന്മം നൽകാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി നൽകുന്ന ശ്രീലളിത ത്രിപുരസുന്ദരി ദേവിയെ അറിയുമ്പോഴാണ് നമ്മൾ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നീങ്ങുന്നതും നമ്മുടെ ഉള്ളിലെ ആ ബ്രഹ്മം വെളിവാകുന്നതും. ആ വിധം ബ്രഹ്മത്തിന് ജന്മം നൽകുന്ന ആ ജന്മകാരണമായ ശ്രീലളിത ത്രിപുരസുന്ദരി എന്ന് ഈ വാക്കിനൊരർത്ഥം കൊടുക്കാം. ഇനി കൂടാതെ ഗുഹൻ സുബ്രഹ്മണ്യനാണ്, കാർത്തികേയനാണ്. ആ കാർത്തികേയൻ്റെ അമ്മയായ സാക്ഷാൽ പാർവതീദേവി തന്നെയായ ശ്രീലളിത ത്രിപുരസുന്ദരി എന്ന അർത്ഥത്തിലും ഗുഹജന്മഭൂ എന്ന് ദേവിയെ വിളിക്കാം. നാമം 607 ദേവേശി. ദേവന്മാർക്ക് ഈശ്വരിയായവൾ, ദേവന്മാരുടെ ആ പ്രാർത്ഥന കേൾക്കുന്നവൾ എന്ന അർത്ഥം. അപ്പോൾ ആരാണ് ദേവൻ? സദ്ഗുണങ്ങളുള്ള, സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആരും ദേവനാണ്. അതിന് ഒരു ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദേവനും അസുരനുമാവുന്നത്. അപ്പോൾ ആ വിധം ദേവന്മാർക്കും അധീശ്വരിയായ ദേവി ലളിതാംബികയെ ദേവേശി എന്ന് വിളിക്കുന്നു. 608 നാമം ദണ്ഡനീതിസ്ഥ. ദണ്ഡനീതി എന്നാൽ നീതിന്യായ വ്യവസ്ഥയാണ് ദണ്ഡനീതി എന്ന് പറയുന്നത്. ധർമ്മശാസ്ത്രങ്ങളിലുടനീളം കാണാവുന്നൊരു വാക്കാണ്. ഇപ്പോൾ കൗടല്യൻ്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ നമുക്ക് ഈ വാക്ക് കാണാം. എങ്ങനെയാണ് ഒരു രാജ്യത്ത് ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നത് എന്ന് സാമാന്യമായ അർത്ഥം. ദേവി എങ്ങനെ ദണ്ഡനീതിസ്ഥയാകുന്നു? ദേവി കർമ്മഫലങ്ങൾ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഫലങ്ങൾ നൽകുന്നവളുമാണ് അത്രേ. നമ്മുടെ ഒരു വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നന്മയുണ്ടാകുന്നു, പാപികൾക്ക് നാശം സംഭവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
ആ വിശ്വാസപ്രകാരം ആ ഫലങ്ങൾ നിശ്ചയിക്കുകയും ആ ഫലങ്ങൾ ലോകത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ദേവി ലളിതാംബിക. 609 നാമം ദഹരാകാശരൂപിണി. ദഹരാകാശം, ഹൃദയമാകുന്ന ആകാശത്തിൽ അധിവസിക്കുന്ന ദേവി ലളിതാംബിക. ദേവി അനാഹതാചക്രത്തിൽ വസിക്കുന്നു, ധീരത നൽകുന്നു എന്നൊക്കെ നമ്മൾ പറയണ്ടായി. അനാഹതാചക്രത്തിന് തൊട്ടുതാഴെയായി സ്ഥിതി ചെയ്യുന്ന ഹൃദയമണ്ഡലത്തിൽ അല്ലെങ്കിൽ സൂര്യമണ്ഡലത്തിലാണ് ദേവി അധിവസിക്കുന്നത് എന്ന് ഒരിക്കൽ പറയണ്ടായി. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയവാസിനിയായ ദേവിയെയാണ് 609 നാമം ദഹരാകാശരൂപിണി. ദഹരാകാശം, ഹൃദയമാകുന്ന ആകാശത്തിൽ വസിക്കുന്നവൾ, ഹൃദയമാകുന്ന ആകാശത്തിൻ്റെ രൂപത്തിലുള്ള ദേവി ലളിതാംബിക. ദേവി ഹൃദയവാസിനിയാണ് എന്ന് ഛാന്തോക്യ ഉപനിഷത്തിലും ബ്രഹ്മസൂത്രങ്ങളിലും ഒക്കെ കാണാം. എപ്പോഴാണ് ദേവി നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നത്? ഹൃദയം ആകാശത്തോളം വിശാലമാകുമ്പോഴാണ് ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നത്. അപ്പോൾ ദേവീ ഭജനത്തിലൂടെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങളിലൊന്ന് ഹൃദയവിശാലത തരണേ എന്നുള്ളത് ആകണം. ആ ദേവീ ഭജനം നമുക്ക് ഹൃദയവിശാലത ഉറപ്പുവരുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. ദേവി അനാഹതാചക്രത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഹൃദയമണ്ഡലത്തിൽ അല്ലെങ്കിൽ സൂര്യമണ്ഡലത്തിൽ വസിക്കുന്നവളാണ് എന്നൊക്കെ നമ്മൾ മുന്നേ പറയുണ്ടായി. 610 നാമമാണ് പ്രതിപൻ മുഖ്യ രാകാന്ത തിഥി മണ്ഡല പൂജിത. തിഥികളെ പറ്റി നമ്മൾ മുൻപ് 1-2 വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തിഥികൾക്കെല്ലാം അധിപതിമാരായി നിത്യദേവതമാരുണ്ട്. നിത്യദേവതമാർ ദേവിയുടെ സേവകരാണ്, അല്ല അവർ ദേവിയുടെ വിവിധ ഭാവങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ ഈ തിഥി എന്നാൽ ഒരു ചാന്ദ്ര ദിവസമാണ്. 16 തിഥികളാണുള്ളത്. പ്രതിപദം മുതൽ പൗർണമി വരെയുള്ള 16 തിഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രതിപദം ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, അമാവാസി, പൗർണമി. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചാണ് ഈ തിഥികൾ നിശ്ചയിക്കുന്നത്. ഈ തിഥികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശേഷാൽ ദിവസങ്ങളുടെ മുഹൂർത്തമൊക്കെ പലപ്പോഴും നിശ്ചയിക്കാറുള്ളത്. അപ്പോൾ ഈ വിധം ഈ തിഥികളുടെ എല്ലാം അധിപതിമാരായിട്ടുള്ള 16 നിത്യദേവതമാരാൽ പൂജിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. പ്രതിപൻ എന്നാൽ ആദ്യത്തെ തിഥി പ്രതിപദം, രാകാന്ത അവസാനത്തെ തിഥിയായ പൗർണമി. ഈ 2 തിഥികൾക്കും ഇടയിലുള്ള 16 തിഥികളുടെയും അധിപതിമാരായ നിത്യദേവതമാരാൽ പൂജിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. അപ്പോൾ നിത്യദേവതമാരൊക്കെയാണ്? കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വഹ്നിവാസിനി, മഹാവജ്രേശ്വരി, ശിവധൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നിലാപതകി, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര, മഹാനിത്യ അല്ലെങ്കിൽ ശ്രീലളിത ത്രിപുരസുന്ദരി തന്നെ. ഇവരാണ് നിത്യദേവതമാർ. ഇവരാൽ സേവിക്കപ്പെടുന്ന ശ്രീലളിത ത്രിപുരസുന്ദരി എന്ന് അർത്ഥം.